ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സൂപ്പാണ്. ചിക്കൻ വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി സൂപ്പാണ്. കുട്ടികളിപ്പം നമ്മൾ മഴക്കാലമൊക്കെ അല്ലേ, ഈ കർക്കിടക മാസത്തിലൊക്കെ സൂപ്പ് കഴിക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എരിവൊക്കെ കുറഞ്ഞ ഒരു അടിപൊളി സൂപ്പാണ്. നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. 1 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി 1 അല്ലിയേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി അധികം അങ്ങനെ ചേർക്കണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോരുത്. പിന്നെ ആവശ്യത്തിന് 1 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ സ്പൂണിൽ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല മഴയൊക്കെ ഉള്ള കർക്കിടക സമയമൊക്കെ അല്ലേ, ചിക്കൻ വെച്ചിട്ടും ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കാം, ബീഫ് കൊണ്ടും ഉണ്ടാക്കാം. അതുപോലെ തന്നെ മട്ടൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ സെയിം, അധികം മസാലയൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ ഒന്ന് സൂപ്പ് ഉണ്ടാക്കി നോക്കിയാൽ നല്ല സൂപ്പാണ്. ഇനി നമ്മൾ ഇതിൽ നികക്ക വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെക്കണം. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, പിന്നെ നമുക്ക് സൂപ്പായിട്ട് കഴിക്കാനുള്ളതാണ്. അതിനും കൂടി ചേർത്തുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നികക്ക് നിൽക്കത്തക്ക രീതിയിൽ. നിങ്ങളുടെ കുക്കറിന് എത്ര വിസിൽ വേണോ, എനിക്കിപ്പോൾ ഇത് 3 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. നിങ്ങളുടെ കുക്കറിന് എത്ര വിസിൽ വേണോ അത്രയും വിസിൽ വെച്ചിട്ട് ഇത് വേവിക്കുക. ഇത് കണ്ടോ, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കിത് മല്ലിയില ചേർത്ത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സൂപ്പാണ്. ഒരു മസാലയും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. വലിയവർക്കാണെങ്കിൽ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങാ നീരും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് മുട്ട പെട്ടെന്ന് സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടൊക്കെ മുട്ട എങ്ങനെയാണ് പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. മുട്ട പൊരിക്കാനായിട്ടാണ്, നമ്മളെല്ലാവരും മുട്ട പൊരിക്കുന്നവരാണ്, എല്ലാവർക്കും മുട്ട പൊരിക്കാൻ അറിയാമെങ്കിലും ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കരിയാപ്പിലയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് 2-3 മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം, എന്നാലേ ഉള്ളൂ മുട്ട പൊരിച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായിട്ടിരിക്കുകയുള്ളൂ. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ആ പാനിലേക്ക് മുട്ടയുടെ മിക്സിൽ ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കണേ. തീ കൂട്ടി വെച്ചാൽ അടി വല്ലാതെ കരിഞ്ഞു പോകും കേട്ടോ. കരിച്ച് കളയരുത് മുട്ട പൊരിക്കുമ്പോഴേക്കും. 2 സൈഡും മറിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പാകത്തിന് വേവിച്ചെടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്.